വെറുതെ കിടക്കുമ്പോഴും മൊബൈൽ മാറ്റി വെക്കാൻ അവൾക്ക് സമയം കിട്ടണില്ല. നിങ്ങൾ സംസാരിക്കുമല്ലായിരുന്നു. ആ കണ്ണടിച്ചു ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ. അമ്മ അച്ഛൻ്റെ കാലുവേദന എങ്ങനെയുണ്ടമ്മ? അതിന് അച്ഛന് കാലുവേദനയൊന്നുമില്ലല്ലോ, എനിക്കല്ലേ കാലുവേദന. നമുക്ക് മുട്ടുവേദനയല്ലേ? അച്ഛൻ്റെ അന്ന് ആക്സിഡന്റ് ആയതിനു ശേഷം കാലിന് വേദനയുണ്ടെന്ന് എന്നോട് പറഞ്ഞല്ലോ. എന്നിട്ടാണോ കഴിഞ്ഞ ആഴ്ച എന്നെ ആ പറമ്പ് മൊത്തമായിട്ട് ഓട്ടിച്ചത്? പറമ്പത്ത് ഓടിച്ചാ? അതിന് ഓടിച്ചത്? അതൊന്നും പറയണ്ട. തെങ്ങിനിടാൻ കുറച്ച് ചാമ്പൽ കൊണ്ടുവന്ന് വെച്ചിരുന്നു. എന്നോട് പറഞ്ഞ് അതൊന്നും നോക്കിക്കോണേന്ന്. ഞാനങ്ങ് മറന്നുപോയി. കഴിഞ്ഞ ദിവസം മഴയല്ലായിരുന്നു, ചാമ്പൽ മൊത്തം ഒലിച്ചു പോയി. അയ്യോ, പിന്നെ ഓടിക്കല്ല വേണ്ടത്. അതുകൊണ്ടൊരു ഗുണമുണ്ടായി. ഇപ്പൊ ഒലിച്ചു പോയ ചാമ്പൽ എല്ലാം മരത്തിന്റെ ചോട്ടിലെത്തി. വെറുതെ അല്ല അച്ഛൻ പറയണത്. എന്താ പറയുക? ആ ആ എത്തിയ ഒരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിച്ചേനെ. അയ്യോ, മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ലേറ്റ് ആയിപ്പോയി, അതുകൊണ്ടാണ് വൈകിയത്. ആണോ? ഇരിക്കി. ആ എന്നാ കഴിക്കാൻ എടുക്കട്ടെ? കഴിക്കാൻ ഇപ്പൊ വേണ്ട, കുറച്ച് കഴിഞ്ഞ് കഴിക്കാം, കുറച്ച് കഴിഞ്ഞ് മതി. ആ എന്തായാലും ഇവിടെ നിന്ന് ഇപ്പൊ ഭക്ഷണം കഴിക്കാൻ പ്ലാൻ ചെയ്ത്. അപ്പൊ ഞാൻ എന്താക്കിയെന്നറിയോ, നല്ല അടിപൊളി ഒരു ഡിഷ് ഉണ്ടാക്കി. അയ്യോ, എടുക്കാൻ മറന്നുപോയി. എന്നാ ഞാൻ പോയി എടുത്തിട്ട് വരാം. അതുകൊള്ളാം. അമ്മ വന്നിട്ട് ഭക്ഷണം കഴിക്കാം കേട്ടാ. പോരാവേ, വേണ്ട പാരക്കുറ്റി. കയ്യിലെന്ത്? അമ്മമ്മോ, ഞാൻ ഈ പറയാൻ പോണത് രണ്ടുപേരും നല്ല ശ്രദ്ധയോടെ കേട്ടോണം. നമ്മുടെ പാറക്കുട്ടിയെ തട്ടിക്കൊണ്ടു പോകാനൊരു ശ്രമം നടന്നു. ഈശ്വരാ, എപ്പോ? ആമ്മ, പാറക്കുട്ടിയെ രാവിലെ ആരോ ചോക്ലേറ്റ് കൊടുത്ത് വശത്താക്കാൻ നോക്കി. പക്ഷെ കറക്റ്റ് ആ സമയത്ത് ഞാൻ അവിടെ ചെന്നുകൊണ്ട് അവരുടെ പ്ലാൻ പൊളിഞ്ഞു. എന്ത് പ്ലാൻ? ഇത് നിന്നെ തട്ടിക്കൊണ്ടു പോകണ പ്ലാന്. പാറേ, കുഞ്ഞിന് പരിചയമില്ലാത്ത ആരെങ്കിലും എന്തെങ്കിലും കൊണ്ട തന്നായിരുന്നാ? ഇല്ലമ്മ. പിന്നെ നീ രാവിലെ അവിടെ ഗേറ്റിനോട് വെച്ച് മുട്ടായി വെച്ചോണ്ടിരുന്ന ആരും ഉണ്ട് തന്നേടി? അതെന്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആയിരുന്നു. ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആയിരുന്നു, അവള് കൊണ്ട് തന്നെ. അപ്പൊ നിന്നെ തട്ടിക്കൊണ്ടു പോകുന്നവര് തന്നെയല്ലേ? അല്ല. അശി, അമ്മ, ഇവന് മിഠായി കിട്ടാതെ പ്രാന്തായതാന്ന് തോന്നുന്നുണ്ട്, ചികിത്സിക്കേണ്ടി വരും. നിനക്ക് എത്ര അയച്ചാലും മതിയാവില്ലടാ മിഠായി. പാറേ, കുഞ്ഞെന്തിനാ ഗേറ്റിനോട് ഒറ്റയ്ക്ക് പോയി നിൽക്കണേ? അമ്മ പോയപ്പോ ഞാൻ അമ്മൂമ്മ അടുത്ത് വന്നപ്പോ അമ്മൂമ്മ കുളിക്കായിരുന്നു. ഞാൻ ചേച്ചി അടുത്ത് പോയപ്പോ ചേച്ചി സിദ്ധു ചേട്ടനെ വിളിക്കായിരുന്നു. സിദ്ധുവിന്റെ കോള് വന്നപ്പോഴേ അതെപ്പോഴും അത് തന്നെയാണല്ലോ. അപ്പൊ കേശവൻ ഉണ്ടായിരുന്നല്ലോ ഇവിടെ. ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചപ്പോ ചേട്ടൻ പറഞ്ഞു ബിസിയാന്ന്. നിനക്കൊക്കെ ഒരു 10 മിനിറ്റ് പോലും കൊച്ചിനെ ശ്രദ്ധിക്കാൻ സമയമില്ല അല്ലേ? തട്ടിക്കൊണ്ട് പോകുന്നവരാ മുട്ടായിരുന്നെന്ന് ചേട്ടന് ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? അതല്ല ഞാൻ ചോദിച്ചേ. അപ്പൊ എന്റെ ഇരിക്കുന്ന ചോക്ലേറ്റ് ചേട്ടൻ എന്തിനാ വാങ്ങിച്ചത്? അത് പിന്നെ ഇങ്ങനെ ആർത്തി അത് തന്നെ. അല്ല, സത്യം പറയാലോ, അത് അങ്ങനത്തെ ആ ചോക്ലേറ്റ് കണ്ടിട്ട് കുറെ നാളായി. അപ്പൊ പിന്നെ അതങ്ങനെ കൈ കിട്ടിയപ്പോ തിന്നായിരിക്കാൻ തോന്നിയില്ല. ഏത് ചോക്ലേറ്റ് കാണുമ്പോഴാണ് നിനക്ക് ആർത്തി ഇല്ലാത്തല്ലെങ്കിൽ? ആദ്യമായിട്ടാണോ പോലെ കാണിക്കാത്തത്? പാറുവിനെ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോകുന്ന എനിക്ക് പേടിയില്ല. പക്ഷെ ഇവനെ ഉണ്ടല്ലോ, ഒറ്റ ചോക്ലേറ്റിൽ ആരെങ്കിലും ചാക്കിലിട്ട് കൊണ്ടുപോകും. നിങ്ങളെ വിശ്വസിച്ച ഞാൻ എങ്ങനെയാണ് ഈ കൊച്ചിനെ ആക്കിയിട്ട് പോണത്? ഇനി അമ്മ പൊക്കോ, ഇവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ആ കഥയാണ് ഇപ്പൊ കൊച്ചു പറഞ്ഞത്. അമ്മ, അത് ഞാൻ പറഞ്ഞില്ലേ, സിദ്ധുവിന്റെ കോള് വന്നോണ്ടോ. എല്ലാവർക്കും ഓരോ തിരക്ക് വേണ്ടിട്ട് ആർക്കും ഒരു കാര്യം ചെയ്യാൻ സമയവും ഇല്ല. കുറച്ച് ദിവസമല്ലേ ആയിട്ടുള്ളു ഒരു 6 വയസ്സുള്ള കൊച്ചിനെ തട്ടിക്കൊണ്ടുപോയെന്ന് വാർത്ത നമ്മൾ കേട്ടിട്ട് ഇല്ലേ? ഇതൊക്കെ ഈ ന്യൂസ് കണ്ടുകൊണ്ട് കാര്യമില്ല. ഇത് നമ്മളെ കുടുംബത്തിൽ സംഭവിക്കില്ല നമുക്ക് വിശ്വസിക്കാനൊന്നും പറ്റില്ല. നമ്മളെ കുടുംബത്തിൽ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. വേറൊരു കുടുംബത്തിലായിട്ട് പോലും നമുക്ക് കേട്ടിട്ട് ടെൻഷനായിട്ട് പാടില്ല. ടെൻഷൻ അടിച്ചിട്ട് കാര്യമൊന്നുമില്ല അമ്മ. നമ്മളെ വീട്ടിലും കരുതൽ വേണം. കുഞ്ഞിഞ്ഞ് പുറത്തൊന്നും പോയി നിൽക്കരുത് കേട്ടോ. ഇല്ല. ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടു തന്നിട്ടുണ്ടെങ്കിൽ മേടിക്കുകയും ചെയ്യരുത്, പരിചയമില്ലാത്ത ആൾക്കാർ. ഹലോ, ഇന്നിവിടെ വന്ന് നിൽക്കണത്? അമ്മ പറഞ്ഞല്ലേ ഒറ്റയ്ക്കിവിടെ വന്ന് നിൽക്കരുതെന്ന്. ഒറ്റയ്ക്കല്ലമ്മ, ചേട്ടനുണ്ടായിരുന്നു. എവിടെ ഉണ്ട് ചേട്ടൻ? ചേട്ടൻ എന്നിട്ട് ഒരു മിനിറ്റ് പറഞ്ഞ് ഒരു കൂട്ടുകാരൻ്റെ കൂടെ പോയി. ചേട്ടൻ പോയോ? അപ്പൊ നിർത്തിയിട്ട് കൊള്ളാം. മിഠായി ചേട്ടൻ തന്നതാ? അല്ല. പിന്നെ ഹൈമാൻഡി തന്നാ? അല്ല. പിന്നെ ആരെന്ന്? ഒരു അങ്കിള് തന്നെയാ. അങ്കിളാ? ഏതെങ്കിള് തന്നത്? അതെനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞല്ലേ ആരെങ്കിലും എന്തെങ്കിലും തന്നാ മേടിച്ചു വെക്കരുതൊന്ന്. എവിടെ പാടാ കൊച്ചു നിർത്തിയിട്ട്? നീ ഞാൻ ഇപ്പൊ അങ്ങോട്ട് പോയതുള്ളൂ. എന്റെ ഒരു ഫ്രണ്ട് വന്നായിരുന്നു. എന്തിരി ഞാനേ എന്തമ്മാ നിന്നോട് ഞാൻ ഒറ്റയ്ക്കല്ലായിരുന്നോ കൊച്ചു ഇവിടെ? ഞാൻ ഇപ്പൊ അങ്ങോട്ട് 1 മിനിറ്റ് ആയുള്ളൂ പോയിട്ട്. 1 മിനിറ്റ് ഒന്നും വേണ്ടടാ എന്തെങ്കിലും സംഭവിക്കേ. ആരോ കൊണ്ടൊന്ന് മിഠായി കൊടുത്തിട്ട് പോയാ
വേണ്ട കൊച്ചിന്. മിഠായിയാ? പാറു, ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞത് ആരെങ്കിലും എന്തെന്നാ മേടിക്കരുതെന്ന്. നമ്മൾ പറയുമ്പോൾ നിനക്കൊക്കെ ഒരു സീരിയസ്നെസ് ഉണ്ടാവില്ല. നിനക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടാം. എന്തെങ്കിലും സംഭവിച്ചാൽ ഏറ്റവും കൂടുതൽ വിഷമിക്കണം അവരുടെ മാതാപിതാക്കൾ തന്നെയാ. കുട്ടിക്കളിയല്ല. പാറുവേ, ദേ ഒരിക്കൽ കൂടി ഞാൻ പറയാ, ഇനി മേല നമ്മൾ ആരെങ്കിലും ഇല്ലാണ്ട് ഇങ്ങോട്ട് വന്നേക്കരുത്. കേക്കണ്ട പറയണത്? നീ വരുവോ? ഇല്ല. ഡാ, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എടാ, എന്തെങ്കിലും സംഭവിച്ച ആര് പറയടാ ഉത്തരവാദിത്തം? പിന്നെ കിടന്ന് ടെൻഷൻ അടിച്ചിട്ട് കരഞ്ഞിട്ട് കാര്യമുണ്ടോ? അമ്മ പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഒറ്റയ്ക്കൊന്നും നിൽക്കരുതും, ആരെങ്കിലും എന്തെങ്കിലും തന്നാ മേടിച്ച് കഴിക്കരുതെന്നൊക്കെ പറഞ്ഞില്ലേ? ഇത് മോള് കൂട്ടുകാരിയോടും പറഞ്ഞു കൊടുക്കണം കേട്ടോ. നീ വാങ്ങും എന്തെങ്കിലും തന്നാ? ഇല്ല. എന്തെങ്കിലും കിട്ടിയാല് അമ്മയുടെ അച്ഛന്റെ കയ്യിൽ കൊണ്ടുതരണം. ചെയ്യൂനി അങ്ങനെ? ഇതെന്തൊരു പരിപാടി ഇത്? അവളോട് മാത്രം ഇത്ര സ്നേഹത്തോടെ, എന്നോട് ദേഷ്യത്തോടെ? അയ്യോ, നിനക്ക് 3 വയസ്സല്ലേ ഉള്ളൂ, അതുകൊണ്ടാ ഇത്ര ദേഷ്യം കാണിച്ചത്. അവൾക്ക് 10-12 വയസ്സുണ്ടല്ലോ, അതുകൊണ്ടാ സ്നേഹം കാണിച്ചത്. ബാ, ഇവിടെ നീ അകത്തോട്ട് കയറണ്ട. അയ്യ, എല്ലാവരും പിടിച്ചോണ്ടു. ആ, പോട്ടെ, നല്ല കാര്യം. ആരെങ്കിലും നിന്നെയൊക്കെ കൊണ്ടുവരേണ്ട അപ്പം തന്നെ കൊണ്ടുവന്നാക്കും.